ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്, പക്ഷേ ഇന്ന് എല്ലാവർക്കും ലീവുള്ള ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഇവിടെ ഉണ്ടാവൂ. അപ്പോൾ ഇന്ന് അമ്മക്കും പോവണ്ട. അമ്മ ഹരിതകർമ്മ സേനയിലാണ് കേട്ടോ. രഗുലേട്ടനും ഇന്ന് ലീവാണ്, ദിവസവും ലീവാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെയാണ് എഴുന്നേറ്റ് വന്നത്. എല്ലാ ദിവസത്തെയും പോലെ ആദ്യം തന്നെ അടുപ്പിലുള്ള വെണ്ണീരൊക്കെ വാരി തീ കത്തിക്കുകയാണ്. അപ്പോൾ ഇന്ന് അരിക്കുള്ള വെള്ളമല്ല വെക്കുന്നത്, ഇന്ന് ഞങ്ങൾ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൂടിച്ചെമ്പാണ് കേട്ടോ വെക്കുന്നത്. ഈ അടുപ്പിൽ തീ പിടിക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും നമ്മൾ തീ പിടിപ്പിച്ചാൽ കുറേ സമയം ചൂട് നിൽക്കും. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ അതിൻ്റെ അകത്താണ് ഉണ്ടാക്കാറ്. ഗ്യാസ് ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ, ചായ കാച്ചാനും ഉപ്പേരി ഉണ്ടാക്കാനും മീൻ പൊരിക്കാനൊക്കെ മാത്രമേ ഉപയോഗിക്കൂ. ഞങ്ങൾക്ക് വിറകിനും ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഈ അടുപ്പിലാണ് ഞങ്ങൾ ഫുഡ് പലപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ. അച്ഛൻ നാട്ടിലുള്ള സമയത്ത് വിറക് ചെറുതാക്കി മുറിച്ചിട്ട് ഞങ്ങൾക്ക് സെറ്റാക്കി വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തീ കത്തും. അതുപോലെ തന്നെ നല്ലോണം നമ്മൾ ഗ്യാസുമ്മൊന്നും ഉണ്ടാക്കുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് അടുപ്പത്തു നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും അടുപ്പിനെയാണ് ആശ്രയിക്കാറ്. പിന്നെ ഞാൻ അടക്ക് വേണ്ട തേങ്ങ ചിരകാണ്. അപ്പോൾ ഒരുപാട് തേങ്ങ വേണ്ടതുകൊണ്ട് അതൊക്കെ ചിരകി അതിൻ്റെ അകത്തേക്ക് വെല്ലം അരിഞ്ഞിടുകയാണ് കേട്ടോ. ചിലർ ഉരുക്കി പാരാറുണ്ട്, പക്ഷേ ഞാൻ അരിഞ്ഞിടുകയാണ്. ഇതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ ഒരു 2-3 ആണി വെല്ലാണ് കേട്ടോ എടുക്കുന്നത്. അതിനിടയിൽ ദേവൂസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ചോദിക്കുകയാണ്, എന്തെന്നാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു അടയാണെന്ന്. അവൻ അട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ ചെറിയ ഭാഗത്തൊക്കെ തേങ്ങ വീണിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി കൊടുത്തു. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ജീരകം ഇട്ടാൽ. ഇവിടെ അട എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ രാവിലെ നമുക്ക് ദിവസത്തിന് സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. മധുരമുള്ളതും എരിവുള്ളതും ഒക്കെ അട കഴിക്കും എല്ലാവരും. അപ്പോൾ ഇന്ന് മധുരമുള്ള അട ഉണ്ടാക്കാമെന്ന് വെച്ചു. അട ഉണ്ടാക്കുന്നതിന് മുമ്പ് ചോദിക്കും ഓരോരുത്തർ എത്ര കഴിക്കുമെന്ന്. അങ്ങനെ അത് നോക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ 4 ആളാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഒരു 8-9 അട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് പണിയെടുത്താലും അവസാനം കൈ കഴിക്കില്ല, എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. മധുരമുള്ള സാധനം തൊട്ടാൽ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മുടെ അടയൊക്കെ മുടിച്ചെമ്പിൽ വെച്ചിട്ടുണ്ട്. എല്ലാം ഒപ്പരാണ് വെച്ചത്. നല്ലോണം നമ്മൾ തീ കത്തിച്ചാൽ പെട്ടെന്ന് എല്ലാം ആയി വരും. അപ്പോൾ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ 2 വീതമാണ് വെക്കുക. പക്ഷേ ഇന്ന് എല്ലാവർക്കും അത്ര തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒപ്പരം വെച്ചിട്ടുണ്ട്. ഇനി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. അടയൊക്കെ ഉണ്ടാക്കി വെച്ച് പല്ല് തേക്കാൻ നോക്കുമ്പോൾ പേസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കടയിൽ പോയിട്ട് വാങ്ങി വരാമെന്ന്. കാരണം എൻ്റെ വണ്ടി എടുത്തതിന് ശേഷം മഴ തോർന്നിട്ടില്ല, എനിക്ക് ഓടിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. വണ്ടിക്ക് ഞാൻ എപ്പോഴും കവറിട്ട് വെക്കും, കാരണം ഇവിടെ നായിൻ്റെ ശല്യമാണ്. നമ്മൾ കോനാലൊക്കെ നായി കയറാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഇറക്കം എല്ലാം ഇറക്കുകയാണ്, കാരണം ഭയങ്കര സ്ലിപ്പാണ്. മഴ പെയ്തത് കാരണം ഭയങ്കര സ്ലിപ്പാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക് പിടിച്ചുകൊണ്ടാണ് ഇറക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, ഇപ്പോൾ അത് റെഡിയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ കയറ്റാനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഞാൻ തന്നെയാണ് കയറ്റാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ പേസ്റ്റ് വാങ്ങി വരാമെന്ന് വിചാരിച്ചു. കടയിൽ പോയി വരുമ്പോഴേക്കും അടയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്ന് ഒന്ന് തൊട്ട് നോക്കുകയാണ്, വെന്തിട്ടുണ്ടോ നോക്കുകയാണ്. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ മൂടിച്ചെമ്പ് ഇറക്കി വെച്ചു. പിന്നെ അമ്മ അവിടെ അരിക്കുള്ള വെള്ളം വെച്ചു കൊടുത്തു. പെട്ടെന്ന് നമ്മൾ കൈയും തോറും വെച്ച് കൊടുത്താൽ പെട്ടെന്നാവും കേട്ടോ. അപ്പം നമ്മൾ കുടിക്കാനായി വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ചായക്ക് വേണ്ടിയിട്ട് എടുക്കാം, പിന്നെ കുടിക്കാനും എടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടയിൽ പാർന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയില്ലേ, ഈ മെൽറ്റൻ്റെ കുപ്പിയിൽ 3 കുപ്പി വെള്ളം കുടിക്കണം ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ 2 കുപ്പിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കും. 3 കുപ്പിയൊന്നും എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ നമ്മുടെ ജഗ്ഗിൻ്റെ അകത്തും നിറച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ അമ്മ ആദ്യം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അമ്മേനെ കാണാത്തത്. പിന്നെ രഗുലേട്ടൻ എപ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചായ കുടിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, അങ്ങനെ കാണാൻ പാടില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കണം എന്നൊക്കെ. ഞാൻ പലപ്പോഴും ഫോൺ ഉപയോഗിക്കാറില്ല കേട്ടോ, ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാറില്ല. പിന്നെ ഞങ്ങൾ കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് വലിയൊരു പണിയുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. ആദ്യം ഫുഡൊക്കെ ആയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കടക്കാമല്ലോ. അതിനുവേണ്ടി കക്കിരിയും
പരിപ്പും കക്കിരിയും മോരുമാണ് കേട്ടോ കറി വെക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാർത്ത് കൊടുക്കുകയാണ്. ഇവിടുന്ന് വാർക്കൽ കുറച്ച് ഡേഞ്ചറാണ്, പക്ഷെ ഞാൻ ഇവിടുന്നാണ് പലപ്പോഴും വാർക്കാറ്. എപ്പോൾ പണി കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു അടുപ്പിൽ നമ്മൾ പരിപ്പ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വലിയൊരു പണിയുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു പണി ഇതാണ്. നമ്മുടെ പഴയ അടുക്കളയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കണം. നമ്മുടെ പുതിയ അടുക്കളയിലേക്ക് എല്ലാ സാധനങ്ങളും ഒന്നും കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ സ്റ്റാൻഡിനടിയിലൊന്നും വെച്ചിട്ടില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ വേണ്ടത് എടുക്കും, വേണ്ടാത്തത് നമുക്ക് എന്താ പറയുക കെട്ടിയിട്ട് എവിടെയെങ്കിലും വെക്കണം. എന്നിട്ട് മഴയൊക്കെ പോയിട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പാത്രങ്ങളുണ്ട്, പൊട്ടിയതും ചളുങ്ങിയതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഒരു മാസത്തിൻ്റെ ഏറെ, എനിക്കൊന്നും അടുക്കളേൻ്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം 2-3 മാസമായി. അപ്പോൾ ഈ ഒരു അടുക്കള ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി ഇതിങ്ങനെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ പാത്രങ്ങളൊക്കെ എടുത്ത് ഉണക്കി വെക്കണ്ടേ. അതിന് വെയിലില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. ഇനി വെയിലിനെ കാത്തു നിന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഈ ഒരു സിങ്കിൻ്റെ അകത്തേക്ക് പോകുന്ന വെള്ളവും വാഷിംഗ് മെഷീൻ്റെ അകത്തുനിന്ന് പോകുന്ന വെള്ളവും ഒരു ടാങ്കിയിലൊക്കെയാണ് വീഴുന്നത്. അപ്പോൾ ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ വെച്ചാൽ നമ്മൾ ഈ പൈപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. കാരണം എന്തോ ഒരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ അങ്ങനെ ഒരു സ്മെല്ല് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബോധോദയം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഓരോ സാധനങ്ങളും എടുത്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. പക്ഷെ കുറേ സാധനങ്ങളൊക്കെ വേണ്ടതുണ്ട്, കുറേ സാധനം വേണ്ടാത്തതുമാണ്. ഞാനിവിടെ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് അമ്മ ഇവിടുന്ന് എടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലോഡ് പാത്രങ്ങൾ ഇതാ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടിൻ്റെ അടിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി തട്ടിൻ്റെ മുകളിലും കൂടി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം തുടച്ച് വൃത്തിയാക്കി. നമ്മുടെ സ്റ്റാൻഡ് ഇപ്പോൾ എന്ത് വലുതാണ്, ഓരോ സാധനങ്ങൾ മാറ്റിയതാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാകുന്നത്. കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും ഒരു 5-6 മണിക്കൂർ എടുത്ത് ചെയ്ത പണിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അമ്മ കഴുകി തന്നതൊക്കെ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിലും സമയം എടുത്തേനെ. അപ്പം നമ്മുടെ ക്ലീനിങ് നടക്കുന്ന സമയം കൊണ്ട് തന്നെ ഉച്ചക്കത്തേക്കുള്ള കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയും കൂടി കഴുകി കൊടുക്കുന്നുണ്ട്. എത്ര കഴുകിയാലും തീരുന്നില്ല, അത്രയും പാത്രങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിയാറായി. അപ്പോൾ ഇനി നമുക്ക് മൊത്തം ഒന്ന് അടിച്ച് വൃത്തിയാക്കി തുടക്കണം. കാരണം ഇല്ലേ, നമ്മുടെ പഴയ കിച്ചൺ ക്ലീൻ ആക്കുമ്പോൾ ഒരുപാട് പൊടി ഇങ്ങോട്ടേക്കും പോന്നിട്ടുണ്ട്, ചളിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് തുടച്ചും കൂടി കഴിഞ്ഞാൽ മൊത്തം ഒന്ന് വൃത്തിയാവുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു കടമ്പയും കൂടി കടക്കട്ടെ. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും പണിയെടുത്തിട്ടില്ല. അത്രയും പണി ഇന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മയുള്ളതുകൊണ്ട് കുറച്ച് ആശ്വാസം കിട്ടിയെന്നല്ലാതെ തീരുന്നുണ്ടായിരുന്നില്ല. സമയം ഏകദേശം വൈകുന്നേരമായിട്ടും എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് കുളിച്ചിട്ട് വേണം വിളക്കൊക്കെ കത്തിക്കാൻ. അപ്പം നമ്മുടെ വാതിക്കലെ ഭാഗത്തൊക്കെ തുടച്ച് കഴിഞ്ഞ് ഇനി അടുക്കളയും കൂടി തുടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ കിച്ചണും ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇവിടെ ഉപയോഗിക്കാനൊന്നുമില്ല, എന്നാലും ഒന്ന് അടിച്ചു വാരി തുടച്ചിടുകയാണ്. നമ്മുടെ ചൂല് ഏകദേശം തീർന്നിട്ടുണ്ട്. ഇന്ന് അത്രയും ഞാൻ അടിച്ചു വാരി. ഇതിൻ്റെ നമ്മുടെ പുല്ലില്ലേ, അതൊക്കെ കുറേ കൊഴിഞ്ഞു പോയി. ഇനി നാളെ ഞാനൊരു ചൂല് വാങ്ങണം. അപ്പം ഞാൻ അപ്പുറം തുടക്കുന്ന സമയം കൊണ്ട് അമ്മ അടുക്കളയിലെ സ്റ്റാൻഡിൻ്റെ മുകളിലെ പാത്രമൊക്കെ എടുത്തു വെച്ചിട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് തുടക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. കാരണം വെള്ള ടൈലായതുകൊണ്ട് ചുമരിൻ്റെ മുകളിലൊക്കെ ചളിയായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും അടുക്കള മസ്റ്റായിട്ട് തുടക്കാറുണ്ട് കേട്ടോ. പുതിയ അടുക്കള ആയതുകൊണ്ടല്ല, വെള്ള ടൈലായതുകൊണ്ടാണ്. നമ്മൾ പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അത് പിന്നെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഫൈനലി നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പഴയ കിച്ചൺ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അത് പരമാവധി ഉപയോഗിക്കാണ്ട് നിൽക്കും. അപ്പോൾ ഇതാ പുതിയ കിച്ചണും ഫുള്ളായിട്ട് തുടച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കോലം കാണിച്ചു തരാം. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ കോലം ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.